പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ശ്രീമദ് നാരായണീയത്തിലെ പ്രഥമ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോ വീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്പീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗുണാധാര ശൗരേ നമസ്തേ. 9-ാമത്തെ ശ്ലോകമാകുന്നു. ഇതിൻ്റെ പദച്ഛേദം പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മതഃ ത്വം വിശേഷാത് ഐശ്വര്യാദി ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അഭി ഈശ്വരഃ ത്വം. ത്വയി ഉച്ചൈഃ ആരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്പീതഭാഗ്യാഃ ത്വം ച ആത്മാരാമഃ ഏവ ഇതി അതുലഗുണഗണാധാര ശൗരേ നമഃ തേ. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. പരേ കാരുണ്യാത് അന്യം കാമം ദദതി ഖലു ത്വം വിശേഷാത് സ്വാത്മതഃ അസി അന്യേ ഐശ്വര്യാത് ജഗതി പരജനേ ഈശതേ ത്വം സ്വാത്മനഃ അഭി പീതഭാഗ്യാഃ ചേതനാഃ പ്രതിപദമധുരേ ത്വയി ഉച്ചൈഃ ആരമന്തി ത്വം ച ആത്മാരാമഃ ഏവ അസി ഇതി അതുലഗുണഗണാധാര ശൗരേ തേ നമഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അന്യ ദേവന്മാർ ദയഹേതുവായിട്ട് ഭക്തർക്ക് മോക്ഷം ഒഴിച്ചുള്ള അഭീഷ്ടങ്ങൾ നൽകുന്നു, ദാനം ചെയ്യുന്നു. ഭവാനാകട്ടെ വിശിഷ്ട കാരുണ്യത്താൽ ഭക്തർക്ക് മോക്ഷം തന്നെ പ്രദാനം ചെയ്യുന്നു. ഇതര ദേവന്മാർ ഐശ്വര്യം ഹേതുവായിട്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സ്വാമിത്വമുള്ളവരാകുന്നു. അവിടുന്നാകട്ടെ ആത്മാരാമനാകുന്നു, തനിക്കു തന്നെയും ഈശ്വരനാകുന്നു. മഹാഭാഗ്യവാന്മാരായ ജന്തുക്കൾ അടുക്കുംതോറും ആസ്വാദ്യനായ അങ്ങയിൽ ചേർന്ന് പരമാനന്ദം അനുഭവിക്കുന്നു. അങ്ങ് എപ്പോഴും ആത്മാരാമനാകുന്നു. ഇപ്രകാരം അനുപങ്ങളായ അനേകം ഗുണങ്ങൾക്ക് നിദാനമായിട്ടുള്ള ശൗരേ, അങ്ങയ്ക്ക് നമസ്കാരം. നമസ്തേ.